അദ്ധ്യായം 80 അബസ. മക്കയിൽ അവതരിച്ചത്. അബസ എന്നാൽ മുഖം ചുളിച്ചു എന്നർത്ഥം. ചില പ്രമുഖരുമായി നബി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഒരു അന്ധനായ അനുചരൻ ആ സദസ്സിൽ ചെന്നപ്പോൾ അവിടുന്ന് മുഖം ചുളിച്ച് അനിഷ്ടം പ്രകടിപ്പിച്ചത് ഉചിതമായില്ലെന്ന് 1 മുതൽ 10 കൂടിയുള്ള വചനങ്ങളിൽ ഉണർത്തിയിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. നബി മുഖം ചുളിച്ചു തിരിഞ്ഞുകളഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് ആ അന്ധൻ വന്നതിനാൽ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. നബിയെ, നിനക്കെന്തറിയാം, ആ അന്ധൻ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ. അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. അമ്മാ മൻ ഇസ്തഗ്നാ. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, ഫഅൻത ലഹു തസദ്ദാ. നീ അവന്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. വമാ അലൈക അല്ലാ യസ്സക്കാ. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് കുറ്റം? വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഹാ. എന്നാൽ അല്ലാഹുവെ ഭയപ്പെടുന്നവനായിക്കൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ, അവന്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു. കല്ലാ ഇന്നഹാ തദ്കിറ. നിസ്സംശയം ഈ ഖുർആൻ ഒരു ഉത്ബോധനമാകുന്നു തീർച്ച. ഫമൻ ശാഅ ദകറ. അതിനാൽ ആർ ഉദ്ദേശിക്കുന്നുവോ അവനത് ഓർമ്മിച്ചുകൊള്ളട്ടെ. ഫീ സുഹുഫിൻ മുകറമ. ആദരണീയമായ ചില ഏടുകളിലാണത്. മർഫൂഅത്തിൻ മുതഹ്ഹറ. ഔന്നത്യം നൽകപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ. ബിഐദി സഫറ. ചില സന്ദേശവാഹകരുടെ കൈകളിലാണത്. കിറാമിൻ ബററ. മാന്യന്മാരും പുണ്യവാന്മാരും ആയിട്ടുള്ളവരുടെ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. മനുഷ്യൻ നാശമടയട്ടെ, എന്താണവൻ ഇത്ര നന്ദികെട്ടവനാകാൻ? മിൻ അയ്യി ശൈഇൻ ഖലഖ. ഏതൊരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ഒരു ബീജത്തിൽ നിന്ന് അവനെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവന്റെ കാര്യം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. ثم السبيل يسره. പിന്നീട് അവൻ മാർഗം എളുപ്പമാക്കുകയും ചെയ്തു. ثم أماته فأقبره. അനന്തരം അവനെ മരിപ്പിക്കുകയും ഖബറിൽ മറയ്ക്കുകയും ചെയ്തു. ثم إذا شاء أنشره. പിന്നീട് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. كلا لما يقض ما أمره. നിസ്സംശയം അവനോട് അല്ലാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല. فلينظر الإنسان إلى طعامه. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. أنا صببنا الماء صبا. നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞുകൊടുത്തു. ثم شققنا الأرض شقا. പിന്നീടു നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. فأنبتنا فيها حبا وعنبا وقضبا. എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു, മുന്തിരിയും പച്ചക്കറികളും. وزيتونا ونخلا. ഒലീവും ഈന്തപ്പനയും. وحدائق غلبا. ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും.
وفاكهة وأبا പഴവർഗവും പുല്ലും. متاعا لكم ولأنعامكم നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. فإذا جاءت الصاخة എന്നാൽ ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം വന്നാൽ, يوم يفر المرء من أخيه അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം, وأمه وأبيه തന്റെ മാതാവിനെയും പിതാവിനെയും وصاحبته وبنيه തന്റെ ഭാര്യയെയും മക്കളെയും. لكل امرئ منهم يومئذ شأن يغنيه അവരിൽപ്പെട്ട ഓരോ മനുഷ്യനും തനിക്ക് മതിയാവുന്നത്ര ചിന്താവിഷയം അന്നുണ്ടായിരിക്കും. وجوه يومئذ مسفرة അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളവയായിരിക്കും, ضاحكة مستبشرة ചിരിക്കുന്നവയും സന്തോഷം കൊള്ളുന്നവയും. ووجوه يومئذ عليها غبرة വേറെ ചില മുഖങ്ങളാകട്ടെ അന്ന് പൊടിപുരണ്ടിരിക്കും, ترهقها قسرة അവയെ കൂരിരുട്ട് മൂടിയിരിക്കും. أولئك هم الكفرة الفجرة അക്കൂട്ടരാകുന്നു അവിശ്വാസികളും അധർമ്മകാരികളുമായിട്ടുള്ളവർ.